വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണത്തിനായുള്ള PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്നും നിയമസഭയിൽ വലിയ തർക്കവിതർക്കങ്ങളാണ് നടന്നത്. വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ ശക്തമായ വാക്പോരുണ്ടായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ PM ശ്രീ പദ്ധതി കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ടത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പല തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. ഒപ്പിട്ട് തള്ളിക്കളഞ്ഞ പദ്ധതി എന്നാണ് പ്രമുഖരായ പല CPM നേതാക്കളും ഇതിനെ വിശേഷിപ്പിച്ചത്. M സ്വരാജും ജെയ്സി തോമസും അടക്കം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പരിഹാസ്യരാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒരു പദ്ധതി, അത് ഏത് പദ്ധതിയായാലും അത് ഒരു സർക്കാർ സംവിധാനം ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് നടപ്പിലാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അപ്പോൾ പിന്നെ ഒപ്പിട്ട് തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നതിൻ്റെ വാദം എന്താണ്? ഈ വിഷയമാണ് ശരിക്കും UDF അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ ഉന്നയിച്ചത്. അതിന് പലതിനും പിണറായി വിജയന് മറുപടിയില്ലായിരുന്നു. ഒടുവിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കിയത് കഴിഞ്ഞ LDF സർക്കാരാണെന്ന് സഭയിൽ രേഖകൾ നിർത്തി വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ സന്നദ്ധമാണെന്ന് കാണിച്ച് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിന് കത്തയച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. ഇതിന്റെ തുടർച്ചയായി 2025 ഒക്ടോബർ 16 ഇരുട്ടിന്റെ മറവിൽ ക്യാബിനറ്റിനെ പോലും അറിയിക്കാതെയാണ് ധാരണാപത്രത്തിൽ LDF ഒപ്പിട്ടത്. പദ്ധതിയിൽ ഒപ്പിട്ടതിന്റെ ഫലമായി കേന്ദ്രം തടഞ്ഞുവച്ചിരുന്ന 99.27 കോടി രൂപയുടെ SSK ഫണ്ട് കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റുകയും ചെയ്തു. UDF സർക്കാർ പുതുതായി യാതൊരു കരാറിലും ഒപ്പുവെക്കുകയോ സംസ്ഥാന താൽപര്യങ്ങൾ ബലികഴിക്കുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യവും N ശംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി. വിഷയം വിവാദമായപ്പോൾ കഴിഞ്ഞ LDF സർക്കാർ കേന്ദ്രത്തിന് അയച്ച കത്തിൽ കരാർ റദ്ദാക്കണമെന്നോ തുടർ നടപടികൾ വേണ്ടെന്നോ ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് കത്ത് വായിച്ചുകൊണ്ട് മന്ത്രി N ശംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി. ആശങ്കകൾ ചർച്ച ചെയ്യാൻ രൂപീകരിക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കണം എന്ന് മാത്രമാണ് കത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന് നിയമപരമായി യാതൊരു പിൻബലവുമില്ല. CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക് എന്ന് സമർത്ഥിച്ചുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ലേഖനം എഴുതിയ കാര്യവും മന്ത്രി N ശംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. LDF വെച്ച ഉപസമിതി അവരുടെ കാലാവധി തീർന്നിട്ടും ഒരു തവണ പോലും യോഗം ചേർന്നില്ല. എന്നാൽ നിലവിലെ UDF സർക്കാർ പുതിയൊരു മന്ത്രിസഭാ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും അവരുടെ റിപ്പോർട്ട് വന്ന ശേഷമേ അന്തിമ നടപടികളിലേക്ക് കടക്കൂ എന്നും മന്ത്രിസഭയെ അറിയിച്ചു. നിലവിൽ പ്രതിപക്ഷം വിവാദമുണ്ടാക്കുന്നത് തങ്ങളുടെ ജാള്യത മറയ്ക്കാനാണെന്നും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കി. ഇത്തരത്തിൽ കാടടച്ച് വെടിവെക്കുന്ന അല്ലെങ്കിൽ കാര്യമറിയാതെ ബഹളം കൂട്ടുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും മാറിയതായി UDF നേതാക്കളും മന്ത്രിമാരും കുറ്റപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഇത് ഒപ്പിട്ട പദ്ധതി തന്നെയാണ്. ഇത് നടപ്പിലാക്കണം എന്ന് തന്നെ. കാരണം കേന്ദ്രത്തിന്റെ ഫണ്ട് ലഭിക്കണമെങ്കിൽ ഈ പദ്ധതിയിൽ ഒപ്പിട്ടേ മതിയാകും. അതുകൊണ്ട് നേരത്തെ തന്നെ പറഞ്ഞതാണ്, എന്തിനാണ് കിട്ടുന്ന പണം വേണ്ടെന്ന് വെക്കുന്നത്, അതുകൊണ്ട് ഇത് ഒപ്പിടാം എന്നിട്ട് പറയുകയും ചെയ്തു. കാവ്യവൽക്കരണം അനുവദിക്കില്ല എന്നൊക്കെ തട്ടിവിടുകയും ചെയ്തു V ശിവൻകുട്ടിയും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും. ഇപ്പോൾ UDF സർക്കാർ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നു എന്ന സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് ഇതിനെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് എതിർക്കുകയാണ് LDF സർക്കാർ ചെയ്യുന്നത് എന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവ് പല കാര്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാതെയാണ് സഭ വിട്ട് ഇറങ്ങിപ്പോയത് എന്നത് ശ്രദ്ധേയമാണ്. വലിയ വാക്പോരാണ് സഭയിൽ ഇന്ന് നടന്നത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി അതിന് അവതരണാനുമതി നിഷേധിച്ചത് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രതിപക്ഷ നേതാവടക്കമുള്ള ആളുകൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി തടിയും മുഖവും രക്ഷിക്കുകയും ചെയ്തു.